ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഞ്ഞൊക്കെ ആയിട്ട് വളരെ നല്ലൊരു ദിവസമാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇന്ന് ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ടോ. അപ്പം എൻ്റെ പേര് നിഷ എന്നാണ്. ഞാൻ വ്ളോഗ്സൊക്കെ ചെയ്യാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ ഞാൻ അടുക്കളയിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കതകിൽ ഡക്കനെ ഒരു മുട്ട് കേൾക്കുന്നു കേട്ടോ. അങ്ങനെ കതക് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചോമി അമ്മയാണ് നമ്മളെ വന്നിരിക്കുന്നത്. ചോമി അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വല്യമ്മയാണ്, ഹസ്ബൻഡിൻ്റെ വല്യമ്മയാണ്. നമ്മുടെ വീടിൻ്റെ താഴത്തിലാണ് താമസിക്കുന്നത് കേട്ടോ പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരിക്ക് 85 വയസ്സുണ്ട്. പക്ഷേങ്കിൽ പുള്ളിക്കാരി ഭയങ്കര ആക്റ്റീവാണ്. വന്നു കഴിഞ്ഞാൽ ഫുള്ളൊരു ഓൾറൗണ്ടറാണ് കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയാണ് പാത്രമൊക്കെ കഴുകാനുണ്ട്, അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് കഴുകി വെക്ക്, എല്ലാം ക്ലീനാക്കി വെക്ക്, അടുക്കളയെന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്, നല്ല ക്ലീനാക്കി വെക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഫുള്ള് എല്ലായിടത്തും ഓടി നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയാണ്, മോന് സ്കൂളിൽ എന്തൊക്കെയാണ് കൊടുത്തു വിട്ടേ, കിച്ചണൊക്കെ നല്ല ക്ലീനാക്കി വെക്കണം. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് കുക്കിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഒക്കെ നോക്കുകയാണ്. അങ്ങനെ എന്താ ഓടി നടന്ന് എല്ലാം ചോദിക്കും കേട്ടോ. നമ്മുടെ വിശേഷങ്ങളൊക്കെ തിരക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തുണികൾ അലക്കം കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ താഴേക്ക് കൊണ്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ കൊണ്ട് കൊടുക്കാം, ഇങ്ങോട്ട് എടുക്ക്, ഞാൻ കൊണ്ട് കൊടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാമൊക്കെ എടുത്തുകൊണ്ട് പോവാനായിട്ട്. പാവം കേട്ടോ, അതാണ്ട് വയസ്സിൻ്റെ ഇതിൽ മുതുലിങ്ങനെ കൂനൊക്കെ വന്നിട്ടുണ്ട് പാവം. എന്നാൽ പോലും പുള്ളിക്കാരി ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഒരു ദിവസം ഒരു 5-6 പ്രാവശ്യമെങ്കിലും കയറി വരും കേട്ടോ. ഞങ്ങൾ മുകളിലത്തെ നിലയിലല്ലേ താമസിക്കുന്നത്, അപ്പോൾ എന്നെ കാണാനായിട്ട് ഒരു 5-6 പ്രാവശ്യമെങ്കിലും കയറി വരും കേട്ടോ. അപ്പം ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞൻ കിടക്കുന്നത് ആ കൂട്ടിലാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൻ എൻ്റെ ഡോഗാണ്, ജർമ്മൻ ഷെപ്പേർഡാണ് കേട്ടോ. അപ്പോൾ അതിന് ചോറുണ്ടാക്കാനായിട്ട് കുറച്ച് പേപ്പറും ഒക്കെ ആയിട്ട് പുള്ളിക്കാരി പോകണം. അപ്പോൾ എന്നോട് പറയണം എല്ലാം ക്ലീനാക്കി വെക്കണം, നീറ്റായിട്ടിരിക്കണം, നേരത്തെ കുളിക്കണം, നല്ല ഐശ്വര്യമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യം ആണ് കേട്ടോ ഞാൻ പറയാം. നമ്മൾ പാരൻസിനെയൊക്കെ വിട്ട് മാറി നിൽക്കുമല്ലേ, അപ്പോൾ ഒരാളെ എപ്പോഴും വന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ എന്ന് വന്ന് ചോദിക്കുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാനിങ്ങനെ കാത്തിരിക്കുക. എനിക്ക് ചില സമയം ഈ ചോമിയമ്മ വരുന്ന സമയമൊക്കെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുക, ഈ സമയമൊക്കെ ആകുമ്പോൾ വരും. അപ്പോൾ വന്നിട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് അന്വേഷിക്കണതൊക്കെ എനിക്ക് മനസ്സിന് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ പനിയൊക്കെ പിടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടൻ കാപ്പി കൊണ്ട് തരും, ബ്രെഡ് വാങ്ങിക്കൊണ്ട് തരും, പിന്നെ അതുപോലെ തന്നെ കഞ്ഞി വെച്ചുകൊണ്ട് തരും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു അമ്മ മിസ്സിങ് ആയിട്ട് ഒരിതില്ല. അതുകൊണ്ട് ദൈവമേ എത്ര ഒരു 100 വയസ്സ് വരെ അമ്മയ്ക്ക് ആരോഗ്യം കൊടുക്കണേന്നാണ് എൻ്റെ പ്രാർത്ഥന കേട്ടോ. എപ്പോഴും പുള്ളിക്കാരി ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും പുള്ളി റെസ്റ്റ് എടുക്കണം ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചുമ്മാ തമാശയ്ക്ക് കളിയാക്കി ചോദിക്കുന്നു, അമ്മ എന്താ ചോമിയമ്മ എന്താ ഹൈപ്പർ ആക്റ്റീവാണോ അങ്ങനെ? അതപ്പോൾ എന്നോട് അതെന്തുവാന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും അതൊരു വലിയ അസുഖമാണെന്ന് പറയും. അത്രയും ആക്റ്റീവാണ് കേട്ടോ, വെറുതെ ഇരിക്കത്തേ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഡോഗ്സിന് ഫുഡൊക്കെ ഉണ്ടാക്കും, അതൊക്കെ അടുപ്പിലൊക്കെ ചെയ്യും കേട്ടോ. ആരെയും സമ്മതിക്കില്ല, ആര് അത് ചെയ്യാമെന്ന് പറഞ്ഞാലും പറയും വേണ്ട എനിക്കിതിങ്ങനെ തീ കത്തിക്കണം, എന്നിട്ട് ഇത് ചെയ്യണം, എന്നാലേ എനിക്ക് മനസ്സിന് എന്താണ് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ പാവമാണ് കേട്ടോ ചോമ്യമ്മ. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോസിലും ചോമ്യമ്മേനെ
കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ അമ്മേൻ്റെ വിശേഷമൊക്കെ ഇടും. ഞാൻ ഈ സൗമ്യമ്മ എന്ന് പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരത്തിൻ്റെ പേര് ശിവകാമി എന്നാണ് കേട്ടോ. ഭയങ്കര നല്ല പേരാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും വിചാരിക്കും ഞങ്ങൾക്കൊരു മോളാണ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പേരിടണം. വളരെ നല്ല പേരാണ് കേട്ടോ ശിവകാമി എന്ന് പറയുന്നത്. നല്ല വൈബുള്ളൊരു പേരാണ്. അപ്പോൾ അങ്ങനെ പറയുമായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്കൊരു മോനാണ്. അപ്പോൾ മോൻ്റെ പേര് ഞങ്ങൾ അർജുൻ എന്നാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അതങ്ങനെ രാവിലത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ മോന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ടൈം കുറേ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ക്യാമറ വയ്ക്കുന്നതിലൊക്കെ ചെറിയ ചെറിയ ഫോൾസും ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ട് അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാൻ ഇനിയുള്ള വീഡിയോസിൽ അത് ശരിയാക്കി കൊണ്ടുവരും കേട്ടോ. പിന്നെ ഞാൻ വെയിറ്റ് ലോസിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ജിമ്മിൽ പോണത്. അത് തീരുമാനമായിട്ടില്ല. മിക്കവാറും തിങ്കളാഴ്ച പോകാനുള്ള പ്ലാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ജിമ്മിൽ പോകാനെന്നാണ് തോന്നുന്നത്. അതേ നടക്കുള്ളൂ. കാരണം 7:30 മോൻകുട്ടന് പോകണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയില്ല. അതിനെപ്പറ്റി ഇങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോയേ പറ്റുള്ളൂ. ഈ വർഷം വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്തായാലും എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ശനിയാഴ്ച ഷോപ്പിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഷോപ്പിൽ പോയിട്ട് ഞായറാഴ്ച തിരിച്ച് വരുള്ളൂ. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ആ ഒരു പ്ലാനിലാണ് കേട്ടോ ഇരിക്കുന്നത്. രാവിലെ ചായ ഉണ്ടാക്കിയ സമയത്ത് പാല് തിളച്ച് ഗ്യാസിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ബിസി കാര്യങ്ങളാണ് കേട്ടോ നടക്കുന്നത്. അപ്പം ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണ് കേട്ടോ. സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുകയാണ്. ഞാൻ ഓൺലൈനായിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഷോപ്പിലും ആൾക്കാർ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഞാനത് ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ പാരൻസും അത് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ 2 വീക്സ് ഇവിടെ 2 വീക്സ് അവിടെ, അങ്ങനെയാണ്. 2 ആഴ്ച ഇവിടെ നിൽക്കും, 2 ആഴ്ച അവിടെ നിൽക്കും. അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാവരും കുറച്ച് പേരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ ഷോപ്പിനടുത്ത് വീടെടുത്തൂടെ, ഇങ്ങനെ ദിവസവും പോയി വരാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയുന്നവരോട് പറയാനുള്ളത്, അത് അങ്ങനെ പോയി നിൽക്കാൻ എനിക്ക് മാത്രമേ താല്പര്യമുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും അത്രയ്ക്ക് ഇതില്ല. അപ്പോൾ പിന്നെ ഞാൻ ആരെയും ഇത് ഇങ്ങനെ ഫോഴ്സ് ചെയ്യാനായിട്ട് പോയില്ല. കാരണം ഷോപ്പ് നടത്തുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ജോലി, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു മാരേജ്. അപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പാത്രം കഴുകി കിടന്നൊരു ലൈഫാണ് കേട്ടോ എൻ്റേത്. അപ്പോൾ ഒരു 500 രൂപ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് അച്ഛനമ്മമാരോടോ ഹസ്ബൻഡിനോടോ ചോദിക്കണം. പിന്നെയും നമുക്കിപ്പോൾ ഒരു 500 രൂപ അവർ തന്നു എന്ന് വെച്ചോ, നമ്മുടെ എന്തോ പെട്ടെന്ന് നമുക്ക് വേറൊരു അത്യാവശ്യം വരുമ്പോൾ വീണ്ടും നമ്മൾ ചോദിക്കണം. അപ്പോൾ ആ ചോദിക്കണം എന്നുള്ളത് എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു, മോനൊരു 5-6 ക്ലാസ്സൊക്കെ എത്തുമ്പോൾ മോനെ നോക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നും ട്രൈ ചെയ്യാണ്ടിരുന്നത്. അപ്പം മോന് ഒരു 5-6 ക്ലാസ്സൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്, അങ്ങനെ തന്നെ ഞാനത് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ഗേൾസിനോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഒന്നുകിൽ നിങ്ങൾ ജോലി കിട്ടിയിട്ട് മാത്രം കല്യാണം കഴിക്കുക. അതായത് സ്വന്തമായ ഒരു വരുമാനം നേടിയെടുത്തിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുക. ജോലി തന്നെ വേണമെന്നില്ല, എന്തായാലും നിങ്ങളൊരു സ്വന്തം കാലിൽ നിൽക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്കായാൽ പോലും നമ്മൾ ഇങ്ങനെ ഹസ്ബൻഡിനോടോ അമ്മമാരോടോ അച്ഛനോടോ ഒക്കെ നമ്മൾ ചോദിക്കേണ്ടി വരും. അത് എപ്പോഴും ആകുമ്പോൾ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടായി മാറും കേട്ടോ. ഇപ്പോൾ ഒരു 500 രൂപ കൊണ്ടൊന്നും ഒന്നും നടക്കില്ലല്ലോ. അത് ഒരു 10 രൂപ മാറുന്ന മാതിരിയാണ്. 500 രൂപ മാറിക്കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ എനിക്കത് തീർന്നു കിട്ടും. അപ്പോൾ അതുപോലെയാണ്. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ബോൾഡായിട്ട് ഡിസിഷൻ എടുത്ത് ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കതിൽ നിന്നും നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഞാൻ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ട്. എനിക്കതിൽ നല്ലൊരു അഭിമാനമുണ്ട് കേട്ടോ.
അപ്പോൾ വീട്ടമ്മമാരായാലും ആരായാലും സ്വന്തമായിട്ട് സ്റ്റുഡൻസ് ആയാലും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് പൈസ ഉണ്ടെങ്കിലേ നമുക്കൊരു വിലയുള്ളൂ, നമുക്കൊരു പൊസിഷനുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ എല്ലാത്തിനും എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ കുറയും കേട്ടോ. നമ്മളെ ഒരു വില ഇല്ലാണ്ടാവും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ വരുമാനമായാലും സ്വന്തമായിട്ട് ഏൺ ചെയ്യണം. അതിനിപ്പം നമുക്ക് നമ്മുടെ ഇടയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പഴയ പോലെയൊന്നുമല്ല, വർക്ക് ഫ്രം ഹോം ഉണ്ട്, അങ്ങനെയൊക്കെ പലതും ഉണ്ട്. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യുക, അതിനു വേണ്ടി ശ്രമിക്കുക, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക. അതാണ്. അല്ലാതെ തീരെ എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിലയും ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായിട്ട് കുട്ടികളൊക്കെ പഠിച്ച് ജോലി മേടിക്കുക. ജോലി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വാല്യൂ ആണ്. നമ്മൾ അത്രയും നല്ലൊരു ഇതാണ് കേട്ടോ. അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നമ്മളുടെ ആരെങ്കിലും എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോയി കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും ചോദിക്കുകയാണ് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ് ഹൗസ് വൈഫാന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ ഒരു ഇതില്ലാത്ത എന്നുള്ളൊരു ഫീലിങ്സ് കാണിക്കാറുണ്ട്. അതേസമയം നമുക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ അതിനുള്ള വിലയും റെസ്പെക്റ്റും നമുക്ക് കിട്ടും കേട്ടോ. അത് നമ്മൾ അനുഭവിച്ചാലേ നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാനൊരു ഇടയ്ക്ക് വെച്ച് കുറേ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ്, അവർ പഠിച്ച് പോവും. അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരിങ്ങനെ പ്രൊമോഷൻ കിട്ടി നല്ല പൊസിഷനിലെത്തും. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, ആ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. ഈ പാത്രം കഴുകലും ഈ തുണി അലക്കലും ഈ വീട് വൃത്തിയാക്കലും ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ലൈഫ് വരിക കേട്ടോ. അവസാനം ഉണ്ടല്ലോ, നമ്മൾ ഒരു ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മുടക്കം വന്നു കഴിഞ്ഞാൽ അതുവരെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഒന്നും അല്ലാതായി മാറും കേട്ടോ. നമ്മളവിടെ ഒരു സീറോ ആയി മാറും. അതായത് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഡെയിലി നമ്മളെല്ലാവർക്കും ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചോ, ഒരു ദിവസം നമ്മൾ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ നമ്മളെ അടുത്ത് ഫൈറ്റിന് വരും കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ അടുത്ത് ചോദിക്കാൻ നിനക്ക് എന്തായിരുന്നു ഇവിടെ പണി എന്നൊക്കെ ചോദിക്കും കേട്ടോ. അത്ര വിലയേ ഉണ്ടാവുള്ളൂ ഈ ഹൗസ് വൈഫായിട്ട് വരുമ്പോൾ. അല്ലെങ്കിൽ ജോലിയൊന്നുമില്ല എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഹൗസ് വൈഫിനാണ് ഏറ്റവും വലിയ ജോലീസ് ഉള്ളത്. മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് നമ്മളാണ്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു പണിയില്ല. അപ്പോൾ പറഞ്ഞാലും തീരില്ല കേട്ടോ. അപ്പം വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആയിപ്പോയി. അപ്പം നെക്സ്റ്റ് വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ക്യാമറ വെച്ച് നോക്കുകയാണ് കേട്ടോ ഏത് പൊസിഷനാണ് ശരിയാവണമെന്നുള്ളത്. പക്ഷേങ്കിൽ എനിക്ക് ക്യാമറ വെക്കാനൊന്നും അറിയില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ് ഗൈസ്. അപ്പം എന്താ പറയുക, ക്യാമറ വെച്ച് പഠിക്കുന്നേ. അപ്പോൾ ഏത് പൊസിഷനിൽ വെക്കണമെന്നൊക്കെ എങ്ങനെ എന്നെ കാണാൻ പറ്റും, ഞാൻ ഓടിപ്പോയി അവിടെ നിൽക്കും കേട്ടോ. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയാണ് ഞാൻ നോക്കുന്നത്. ഓരോ പൊസിഷൻ ഞാൻ മാറി വെച്ച് നോക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗുമായിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.